ഇന്ത്യയിലെ ഏറ്റവും നല്ല 50 കമ്പനിയുടെ ഷെയർ നിങ്ങൾക്ക് വാങ്ങണം. ആകെ കയ്യിൽ 100 രൂപയുള്ളൂ. എന്ത് ചെയ്യും? അതിനും വഴിയുണ്ട്. ഞാൻ അരുൺ ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് പിശുക്ക്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ എന്താണ് ഇൻഡെക്സ് ഫണ്ട്? ഇൻഡെക്സ് ഫണ്ടുകൾ എന്നത് മ്യൂച്വൽ ഫണ്ടിലെ ഒരു കാറ്റഗറിയാണ്. ഇതിൻ്റെ ഡെഫിനേഷൻ ഒന്നും പറഞ്ഞിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല. നമുക്കൊക്കെ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, ഒരു പഠിപ്പിസ്റ്റിൻ്റെ ആൻസർ ഷീറ്റ് നോക്കി കോപ്പി അടിച്ച് എഴുതുന്ന പോലത്തെ ഒരു ഏർപ്പാടാണ് ഒരു ഇൻഡെക്സ് ഫണ്ട് ചെയ്യുന്നത്. അതായത് ഇവർ ഒരു ഇൻഡെക്സിനെ കോപ്പി ചെയ്തിട്ട് ആ ഇൻഡെക്സിലുള്ള ഷെയറുകൾ ഏതൊക്കെയാണോ അതേ ഷെയറുകളെല്ലാം കൂടെ ചേർത്ത് ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കും. അപ്പോൾ എന്താണ് ഇൻഡെക്സ്? ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളൊരു കറിയുടെ ഉപ്പ് നോക്കുന്ന പോലെയാണ്. ഒരു പാത്രത്തിൽ നിറയെ കറിയുണ്ട്, നമ്മളത് മുഴുവൻ എടുത്ത് അതിൽ ഉപ്പ് നോക്കണ്ടല്ലോ. അതിലൊരു അല്പം സ്പൂണിലെടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയാലും ഈ കറിയിൽ ഉപ്പ് നമുക്ക് മനസ്സിലാക്കാം. അതേപോലെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മൊത്തം പെർഫോമൻസ് നോക്കാനായിട്ട് നമ്മൾ അതിലെ ഒരു പർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ അതിലൊരു കുറച്ച് സ്റ്റോക്ക് മാത്രം എടുത്തിട്ട് അതിൻ്റെ പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് ഈ ഒരു ടോട്ടൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് നോക്കിയിട്ടാണോ ഇത് തീരുമാനിക്കുന്നത് അതിനെയാണ് ഇൻഡെക്സ് എന്ന് പറയുക. ഇൻഡെക്സിൻ്റെ ഉദാഹരണം പറയുകയാണെങ്കിൽ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ആണ്, സെൻസെക്സ് 30 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് ആണ്, അതുപോലെ നാസ്ഡാക്ക് 100 എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിലെ ടോപ്പ് 50 കമ്പനികളാണ്. അപ്പോൾ നിഫ്റ്റി 50യെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടിൽ നിഫ്റ്റിയിലെ ഈ ടോപ്പ് 50 കമ്പനികളുടെ ഷെയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി സെൻസെക്സ് 30, ഈ സെൻസെക്സ് 30 എന്ന ഇൻഡെക്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ടാണെങ്കിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ അതായത് സെൻസെക്സിലെ ടോപ്പ് 30 കമ്പനികളുടെ ഷെയറാണ് ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഉണ്ടായിരിക്കുക. ഇനി നാസ്ഡാക്ക് 100 ആണെങ്കിൽ നാസ്ഡാക്കിലെ ടോപ്പ് 100 കമ്പനികളുടെ സ്റ്റോക്കാണ് ഈ ഒരു നാസ്ഡാക്ക് 100 ബേസ് ചെയ്തിട്ടുള്ള ഇൻഡെക്സ് ഫണ്ടിൽ ഉണ്ടായിരിക്കുക. നമുക്ക് ഈ ഇൻഡെക്സ് ഫണ്ടിലുള്ള എല്ലാ സ്റ്റോക്കും ഇവിടെ ഉണ്ടായാൽ മാത്രം പോരാ, അതേപോലത്തെ പെർഫോമൻസ് ഇവിടെ കിട്ടണമെങ്കിൽ ആ ഒരു സ്റ്റോക്കിൻ്റെ ആ ഒരു ഇൻഡെക്സിലുള്ള വെയിറ്റേജ് എത്രയാണോ അതേ വെയിറ്റേജ് തന്നെ ഇവിടെ വേണം. അതായത് ഓരോ സ്റ്റോക്കിനും ഓരോ വില ഉണ്ടായിരിക്കും. ചില സ്റ്റോക്കിന് 1000 രൂപയായിരിക്കും, ചിലതിന് 2000 രൂപ വിലയുള്ളതായിരിക്കും, ചിലത് 500 രൂപയുടെ വിലയുള്ളതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഓരോ സ്റ്റോക്ക് എടുത്ത് നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റ് പെർഫോമൻസ് അനുസരിച്ചുള്ള റിസൾട്ട് നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഈ ഒരു 50 സ്റ്റോക്ക് നമ്മൾ എടുത്തുനിന്ന് വരിക. നിഫ്റ്റി 50 വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. നിഫ്റ്റി 50 എടുത്തു കഴിഞ്ഞാൽ ഈ 50 സ്റ്റോക്കുകൾ എല്ലാം ചേർത്ത് അതിൻ്റെയൊക്കെ സ്റ്റോക്ക് വാല്യൂ കൂട്ടുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. ഈ വാല്യൂവും ഇതിലെ ഓരോ സ്റ്റോക്കിൻ്റെ വാല്യൂയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഓരോന്നും ഈ വാല്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പല രീതിയിലായിരിക്കും. അതായത് ഉദാഹരണത്തിന് ഈ എല്ലാ സ്റ്റോക്കും കൂടെ കൂട്ടുമ്പോൾ നമുക്കൊരു 100 രൂപയാണ് വരുന്നതെന്ന് വരിക. അതിൽ ഒരു സ്റ്റോക്കിൻ്റെ വില 20 രൂപയാണ്, മറ്റൊരു സ്റ്റോക്കിൻ്റെ വില 10 രൂപയാണ്. അപ്പോൾ 20 രൂപ വിലയുള്ള സ്റ്റോക്ക് ടോട്ടൽ വാല്യൂയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 20%. പക്ഷേ 10 രൂപ വിലയുള്ള സ്റ്റോക്കോ അതാകെ 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു ഇൻഡെക്സിനെ ബേസ് ചെയ്ത് ഇൻഡെക്സ് ഫണ്ട് ഉണ്ടാക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ടോട്ടൽ എല്ലാ സ്റ്റോക്കും ചേർത്തിട്ടുള്ള വാല്യൂ നോക്കിയിട്ട് അതിൽ ഓരോ സ്റ്റോക്കിൻ്റെയും വാല്യൂ എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കും. ഉദാഹരണത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഒരു 10% ടോട്ടൽ വാല്യൂവിൻ്റെ 10% വാല്യൂ വരുന്ന ഒരു സ്റ്റോക്ക് ഈ ഒരു ഇൻഡെക്സിൽ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് നമ്മുടെ ഇൻഡെക്സ് ഫണ്ടിലേക്ക് വരുമ്പോൾ അതിൻ്റെ വെയിറ്റേജ് 10% ആയിരിക്കും. അതായത് 100 രൂപ ആ ഒരു ഇൻഡെക്സ് ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 10 രൂപയാണ് ആ ഒരു പർട്ടിക്കുലർ സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റ് ആവുക. ഇങ്ങനെ ഓരോ സ്റ്റോക്കിൻ്റെയും വാല്യൂ ആ ഇൻഡെക്സിലുള്ള വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിലും ഈ സ്റ്റോക്സിന് എത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ സ്റ്റോക്കും അതേപോലെ എടുത്ത് വയ്ക്കില്ല, ഓരോ സ്റ്റോക്കിൻ്റെയും വാല്യൂ അതിൻ്റെ ഒരു വെയിറ്റേജ് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജാണ് ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ആഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡെക്സ് എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതേപോലെ തന്നെ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിലുള്ള സ്റ്റോക്കുകളും പെർഫോം ചെയ്യും. അപ്പോൾ ഇൻഡെക്സ് കൊടുക്കുന്ന അതേ റിട്ടേൺസ് തന്നെ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിനും കൊടുക്കാൻ പറ്റും. ഇതാണ് ഇൻഡെക്സ് ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഞാൻ ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയാം. അപ്പോൾ അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഡെക്സ് ഫണ്ട് യോജിച്ചതാണോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടും. അപ്പോൾ ഇൻഡെക്സ് ഫണ്ടിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോയുടെ സ്പോൺസറിനെ കുറിച്ച് പറയാം. ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് തേജി മന്തി ആപ്പാണ്. നമ്മൾ ഇൻഡെക്സ് ഫണ്ടിൻ്റെ കാര്യത്തിൽ അതൊരു പാസീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനാണ് നമ്മൾ പറഞ്ഞു. അതൊരു ഇൻഡെക്സിനെ കോപ്പി ചെയ്തിട്ട് അതേപോലെയാണ് ഇതിൽ സ്റ്റോക്കുകളൊക്കെ തീരുമാനിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തായാലും നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേജി മന്തി ആപ്പ് ചൂസ് ചെയ്യാം. അപ്പോൾ തേജി മന്തിയിൽ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റിനനുസരിച്ചിട്ട്
ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ട് ഒരു പോർട്ട്ഫോളിയോ, ഒരു 15-18 ഷെയർസ് ഉള്ള ഒരു പോർട്ട്ഫോളിയോ അവർ സെറ്റ് ചെയ്ത് തരും. ആ ഒരു സ്റ്റോക്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ തേജി മന്തി ആപ്പ് ഉപയോഗിക്കാനായിട്ട് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഈ ആപ്പുമായിട്ട് ലിങ്ക് ചെയ്താൽ മതി. അതൊരു സിംഗിൾ ക്ലിക്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. തേജി മന്തി മോത്തിലാൽ ഓസ്വാളിൻ്റെ ഒരു സബ്സിഡിയറിയാണ്. രാംദേവ് അഗർവാൾ ഇതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലൊരു അംഗമാണ്. വൈഭവ് അഗർവാളാണ് ഈ കമ്പനിയുടെ ഫൗണ്ടർ. ഇത് സെബി രജിസ്റ്റേർഡ് ആണ്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ തേജി മന്തിയുടെ 2 പോർട്ട്ഫോളിയോയും ഇൻഡെക്സിനെ ബീറ്റ് ചെയ്യുന്ന രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. തേജി മന്തിയുടെ ഫ്ലാഗ്ഷിപ്പ് പോർട്ട്ഫോളിയോയ്ക്ക് 30% ആനുവൽ CAGR-ഉം മൾട്ടിപ്ലയർ പോർട്ട്ഫോളിയോയ്ക്ക് 34% ആനുവൽ CAGR-ഉം ഉണ്ട്. അപ്പോൾ ഈ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിനിടയിൽ മാർക്കറ്റിന് സംഭവിക്കുന്ന അപ്സ് ആൻഡ് ഡൗൺസിനനുസരിച്ച് ഇതിൽ നിന്നുള്ള ചില സ്റ്റോക്സ് റിമൂവ് ചെയ്ത് നല്ല സ്റ്റോക്സ് ആഡ് ചെയ്ത് ഈ ഒരു പോർട്ട്ഫോളിയോനെ തേജി മന്തി തന്നെ കൃത്യമായിട്ട് റീബാലൻസ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. തേജി മന്തിയുടെ സബ്സ്ക്രിപ്ഷൻ ഫീ എന്ന് പറയുന്നത് 12 മാസത്തേക്ക് 99 rupees per month ആണ്. തേജി മന്തിയിലെ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത് 25,000 രൂപയാണ്. പക്ഷേ നിങ്ങളിനി 25 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്താലും നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ഫീ ഇത് തന്നെയായിരിക്കും. തേജി മന്തിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തേജി മന്തി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലോങ് ടൈമിലേക്ക് ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റിട്ടേൺസ് ഉണ്ടാക്കുക. ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടി. ഇനി ഇത് നിങ്ങൾക്ക് വേണോ വേണ്ടേന്ന് അറിയാനായിട്ട് ഞാൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും. ആദ്യം തന്നെ ഇൻഡെക്സ് ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ് പറയാം. ആദ്യത്തെ അഡ്വാൻറ്റേജ് ഇതിൻ്റെ ലോ എക്സ്പെൻസ് റേഷ്യോ ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ ആക്റ്റീവ്ലി മാനേജഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അതായത് അവിടെ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഈ ഫണ്ട് മാനേജറും ടീമും കൂടെ വിപണിയെ പഠിച്ച് നല്ല നല്ല സ്റ്റോക്കുകൾ പിക്ക് ചെയ്തിട്ട് ആ സ്റ്റോക്കുകൾ വെച്ചിട്ടാണ് മ്യൂച്വൽ ഫണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് ഈ ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട്സ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ ഇതൊരു പാസീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ടാണ്. അതായത് ഇവിടെ ഇത്രയും വലിയ മാർക്കറ്റ് സ്റ്റഡിയുടെ ആവശ്യമൊന്നുമില്ല. ആ ഇൻഡെക്സിൽ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ അതേ സ്റ്റോക്ക് തന്നെ വെച്ചിട്ട് നമുക്ക് ഫണ്ട് ഉണ്ടാക്കാം. അവിടുത്തെ പേഴ്സൻറ്റേജ് തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നേ ഉള്ളൂ. ആക്റ്റീവ്ലി മാനേജ്ഡ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവർക്ക് അവർ ചെയ്യുന്ന റിസർച്ചിനനുസരിച്ചുള്ളൊരു തുക നമ്മൾ എക്സ്പെൻസ് റേഷ്യോ ആയിട്ട് കൊടുക്കണം. അതായത് നമ്മളൊരു പരീക്ഷയ്ക്ക് ഒറ്റയ്ക്ക് പഠിക്കുകയാണെങ്കിൽ എത്ര ബുക്കുകൾ റെഫർ ചെയ്യണം, എന്തെല്ലാം പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ റെഫർ ചെയ്യണം, ഇതൊക്കെ നോക്കി കുറേ പണിയെടുത്തിട്ട് വേണം അല്ലേ ഈ ഒരു ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് കാര്യത്തിൽ ഇതൊക്കെ നമുക്ക് വേണ്ടി ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് കമ്പനിയാണ്. അപ്പോൾ അത്രയും പണിയെടുക്കുന്നതുകൊണ്ട് അത്രയും കാശ് നമ്മൾ കൊടുക്കണം. പക്ഷേ പാസീവ്ലി മാനേജറാണ് ഈ ഒരു ഇൻഡെക്സ് ഫണ്ട്. ഇതിൽ ഇൻഡെക്സ് നോക്കി അതേപോലെ കോപ്പി അടിച്ചാൽ മതി. അപ്പോൾ അവിടെ പണി കുറവാണ്. അപ്പോൾ ഇവിടെ പണി കുറവായതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സ്പെൻസ് റേഷ്യോ കുറവായിരിക്കും. ഇതിൻ്റെ അടുത്ത അഡ്വാൻറ്റേജ് ലോങ് ടേമിൽ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിന് നിങ്ങൾക്കൊരു ആക്റ്റീവ്ലി മാനേജ്ഡ് ലാർജ് ക്യാപ് ഫണ്ടിനേക്കാളും റിട്ടേൺസ് തരാൻ പറ്റും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലാർജ് ക്യാപ് ഫണ്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിന് ഇൻഡെക്സിനേക്കാളും നല്ല റിട്ടേൺസ് ചിലപ്പോൾ കാണാൻ പറ്റും. പക്ഷേ ഒരു ലോങ് ടൈമിൽ ഒരു 10 കൊല്ലത്തെയോ 15 കൊല്ലത്തെയോ ഡാറ്റ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട് ഇതിൻ്റെ ഇൻഡെക്സിൻ്റെ റിട്ടേണിനെ ബീറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അതായത് ഇൻഡെക്സിൻ്റെ ഒരു ഗ്രോത്തിൻ്റെ അത്രയും ഈ ഒരു ഫണ്ടിന് ഗ്രോത്ത് കിട്ടിയിട്ടുണ്ടാവില്ല. അതൊരുവിധം എല്ലാ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ട്സിനുള്ള പ്രശ്നമാണ്. പക്ഷേ ഒരു ഇൻഡെക്സ് ഫണ്ടാണെങ്കിൽ ഇത് ആ ഒരു ഇൻഡെക്സിനനുസരിച്ചാണ് ഇത് ഉയർച്ച താഴ്ചകളിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഒരു 10 കൊല്ലം കൊണ്ട് നമ്മുടെ ഇൻഡെക്സ് എത്ര വളർന്നോ അത്രയും വളർച്ച ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിലെ ഇൻവെസ്റ്റ്മെൻറ്റിന് സംഭവിച്ചിട്ടുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ ക്ലാസ്സിലെ പഠിപ്പിച്ചിൻ്റെ ആൻസർ ഷീറ്റ് നോക്കി നിങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും മാർക്കെങ്കിലും എന്തായാലും കിട്ടും. അപ്പോൾ അതേപോലെ നിങ്ങളൊരു ഇൻഡെക്സിന് നിങ്ങളൊരു ബെഞ്ച് മാർക്കിനെ നോക്കിയിട്ട് അതേ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതേ റിട്ടേൺസ് തന്നെ എന്തായാലും കിട്ടും. ആ ഒരു ലോജിക്കാണ് ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ലോങ് ടേമിന് നമ്മളൊരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലാർജ് ക്യാപ് ഫണ്ടിനേക്കാളും റിട്ടേൺസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ അതിലെ സ്റ്റോക്കുകൾ എത്ര വേണം, എത്ര പെർസെൻറ്റേജിൽ വേണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ഫണ്ട് മാനേജറാണ്. അപ്പോൾ അയാളുടെ ചില തീരുമാനങ്ങളും അയാളുടെ ചില ബൈസിങ്ങും ഒക്കെ ഇതിനെ ബാധിക്കും. അപ്പോൾ ഇനി ഗ്രോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് ഈ ഫണ്ട് മാനേജർക്ക് തോന്നുന്ന സ്റ്റോക്കുകൾ അതിൽ ഇൻക്ലൂഡ് ആവും. പിന്നെ ചിലത് വേണ്ടെന്ന് വെക്കുന്നതും ആൾക്ക് പ്രതീക്ഷയില്ലാത്ത ചില സ്റ്റോക്കുകൾ ആൾ ചിലപ്പോൾ വേണ്ടെന്ന് വെക്കും. അപ്പോൾ ഇത്തരം ഡിസിഷൻസ് ഈ ഒരു വ്യക്തിക്ക് ആശ്രയിച്ചിരിക്കും. ചില സമയത്ത് അത് തെറ്റാനും സാധ്യതയുണ്ട്. പക്ഷേ ഇൻഡെക്സ് ഫണ്ടിൽ ഈ ഫണ്ട് മാനേജർ തീരുമാനങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയില്ല. ഇൻഡെക്സിൽ ഏതൊക്കെ സ്റ്റോക്ക് ഉണ്ടോ അത്രയും സ്റ്റോക്ക് ഈ ഫണ്ടിലുണ്ടാവും. ഇൻഡെക്സിൽ നിന്ന് ചില സ്റ്റോക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ആ സ്റ്റോക്കുകൾ ഈ ഫണ്ടിൽ നിന്നും പുറത്തു പോകും. ഇൻഡെക്സിലേക്ക് ആഡ് ആവുന്ന സ്റ്റോക്കുകൾ ഈ ഫണ്ടിലേക്കും ആഡ് ആവും. അപ്പോൾ ഇവിടെ മാർക്കറ്റിൻ്റെ ഗ്രോത്തിനനുസരിച്ചാണ് റിട്ടേൺസ് വരുന്നത്. ഈ ഫണ്ട് മാനേജറുടെ തീരുമാനങ്ങളൊന്നും നമ്മളുടെ റിട്ടേൺസിനെയോ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയോ ബാധിക്കുന്നില്ല. അടുത്ത അഡ്വാൻറ്റേജ് ഇതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷനാണ്. ഇൻഡെക്സ് ഫണ്ടിൽ ടോപ്പ് കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതായത് ലാർജ് ക്യാപ് ഫണ്ട്സിലാണ്. അപ്പോൾ അതിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഒന്നും ഇല്ല എന്ന് ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും. ഒരു ആക്റ്റീവ്ലി മാനേജർ ഫണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിലിപ്പോൾ ഫാർമ സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഓട്ടോമൊബൈൽ, ടെലികമ്മ്യൂണിക്കേഷൻ അങ്ങനെ പല സെഗ്മെൻറ്റിൽ
അല്ലെങ്കിൽ പല സെക്ടറിലുള്ള കമ്പനികളിലാണ് ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആക്റ്റീവ്ലി മാനേജ്ഡ് ഫണ്ടിലുണ്ട്. പക്ഷേ നമ്മൾ ഈ ഒരു ഇൻഡെക്സ് ഫണ്ട് എടുത്തു കഴിഞ്ഞാലും അവിടെയും ഈ ടോപ്പ് 50 കമ്പനി എന്ന് പറഞ്ഞാൽ പല സെക്ടറിലുള്ളതായിരിക്കും. അവിടെ ചിലപ്പോൾ നമ്മുടെ ഒരു ആക്റ്റീവ് ഫണ്ടിലുള്ള സെക്ടറുകളെക്കാൾ കൂടുതൽ സെക്ടേഴ്സിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ സെക്ടർ വൈസ് നോക്കുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ അവിടെയും കിട്ടുന്നുണ്ട്. അടുത്തൊരു അഡ്വാൻറ്റേജ് പോർട്ട്ഫോളിയോ റീബാലൻസിങ് ആണ്. ഒരു ആക്റ്റീവ്ലി മാനേജ്ഡ് മ്യൂച്വൽ ഫണ്ട് ആകുമ്പോൾ അവിടെ പോർട്ട്ഫോളിയോ റീബാലൻസിങ് നടക്കും. അതായത് പെർഫോമൻസ് ഇല്ലാത്ത സ്റ്റോക്ക് ഒഴിവാക്കി പുതിയ സ്റ്റോക്ക് ആഡ് ചെയ്യും. അത് അവർ ചെയ്യുന്നുണ്ട്. ഇൻഡെക്സ് ഫണ്ടിലും ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും. അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആദ്യത്തെ 50 കമ്പനികളിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ചില കമ്പനിയുടെ പെർഫോമൻസ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ടോപ്പ് 50 അത് പുറത്താവും, വേറെ ചില കമ്പനികൾ അവിടെ കയറും. അപ്പോൾ നമ്മൾ നിഫ്റ്റി 50 ഇൻഡെക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിഫ്റ്റിയിലെ ടോപ്പ് 50 കമ്പനികൾ ഓരോ കാലഘട്ടത്തിലും ഏതാണോ ആ കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ ഒരു പോർട്ട്ഫോളിയോ റീബാലൻസിങ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഒരു ഇൻവെസ്റ്റർക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ഇനി ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് പറയാം. ആദ്യത്തെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഡൗൺ സൈഡ് പ്രൊട്ടക്ഷൻ ഇല്ല എന്നുള്ളതാണ്. അതായത് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാലും ചില മ്യൂച്വൽ ഫണ്ടുകൾ പിടിച്ചു നിൽക്കുന്നത് കാണാം. അതിൻ്റെ കാരണം കൃത്യസമയത്ത് ഒഴിവാക്കേണ്ട സ്റ്റോക്കുകൾ ഒഴിവാക്കി നല്ല സ്റ്റോക്കുകൾ അതിൽ ആഡ് ചെയ്തിട്ട് ഈ റിട്ടേൺസ് താഴെ പോവാതെ ഈ ഒരു ഫണ്ട് മാനേജർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഒരിക്കലും കിട്ടില്ല. മാർക്കറ്റിനെ അതേപോലെ കോപ്പി ചെയ്യുന്നതുകൊണ്ട് മാർക്കറ്റ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ റിട്ടേൺസും അതേപോലെ കുറയും. അതായത് നമ്മൾ കോപ്പി അടിച്ച് എഴുതുമ്പോൾ ഈ പഠിപ്പിസ്റ്റിൻ്റെ ഉത്തരം തെറ്റാണെങ്കിൽ നമ്മൾ എഴുതുന്ന ഉത്തരം തെറ്റായിരിക്കും. അപ്പോൾ ആ തെറ്റ് നമ്മളും ആവർത്തിക്കും. അപ്പോൾ നമ്മുടെ മാർക്ക് പോകും. അതേപോലെ തന്നെ ഇവിടെയും മാർക്കറ്റ് ഡൗൺ ആകുമ്പോൾ അതിനെ കോപ്പി ചെയ്യുന്ന ഇൻഡെക്സ് ഫണ്ടിനും റിട്ടേൺസ് നെഗറ്റീവായി പോകും. അപ്പോൾ ഒരു ആക്റ്റീവ്ലി മാനേജർ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ അവിടെ ഈ ഒരു ഫണ്ട് മാനേജർക്ക് കുറച്ച് ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ഒന്ന് റീബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ റിട്ടേൺസ് അധികം കുറയാത്ത രീതിയിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ പക്ഷേ അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. അതായത് നമ്മൾ ഈ പഠിപ്പിസ്റ്റിൻ്റെ നോക്കി എഴുതുമ്പോൾ പഠിപ്പിസ്റ്റ് ഒരു ഉത്തരത്തിന് അവൻ്റെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതുന്നു. ചിലപ്പോൾ ഒരു 2 പോയിന്റും കൂടെ എഴുതിയാൽ കൂടുതൽ മാർക്ക് കിട്ടുമായിരിക്കും. പക്ഷേ നമ്മൾ അവനെ തന്നെ കോപ്പി ചെയ്യുന്നതുകൊണ്ട് നമുക്കത് എഴുതാൻ അറിയില്ല. പക്ഷേ നമ്മളായിട്ട് പഠിച്ചെഴുതായിരുന്നെങ്കിൽ ഈ 5 പോയിന്റ് നമുക്ക് എഴുതിയിട്ട് കൂടുതൽ മാർക്ക് മേടിക്കാമല്ലോ. അതേപോലെ തന്നെ പെട്ടെന്ന് മാർക്കറ്റിലൊരു ഓപ്പർച്യൂണിറ്റി വന്നു, ചില സെഗ്മെൻറ്റിൽ നല്ല ഗ്രോത്ത് ഉണ്ട്, അപ്പോൾ ആ സെഗ്മെൻറ്റിൽ നിന്ന് കുറച്ച് സ്റ്റോക്സ് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫണ്ടിന് കൂടുതൽ റിട്ടേൺസ് കിട്ടും. അപ്പോൾ ഒരു ആക്റ്റീവ്ലി മാനേജ് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ ഈ കാര്യം ചെയ്യാൻ പറ്റും. ചില ഫണ്ട് ഒഴിവാക്കി വേറെ ഫണ്ട് ആഡ് ചെയ്തിട്ട് നല്ല റിട്ടേൺസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷേ ഇൻഡെക്സ് ഫണ്ടിന് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇൻഡെക്സ് പോകുന്ന വഴിക്ക് ഇതിനും പോകാൻ പറ്റുള്ളൂ. അപ്പോൾ പെട്ടെന്ന് വരുന്ന മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിക്ക് അനുസരിച്ച് റിട്ടേൺസ് കൂടുതൽ എടുക്കാനൊന്നും ഇൻഡെക്സ് ഫണ്ടിന് പറ്റില്ല. അടുത്ത ഡിസഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾക്ക് ഒരു മിഡ് ക്യാപ്പിലോ സ്മോൾ ക്യാപ്പിലോ ഉള്ള കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഇൻഡെക്സ് ഫണ്ടുകളില്ല. മിക്കവാറും ഒരു ടോപ്പ് 100 കമ്പനീസിൽ വരെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഇൻഡെക്സ് ഫണ്ട്സ് എവിടെ ഉള്ളൂ. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50 ഉണ്ട്, സെൻസെക്സ് ആണെങ്കിലും നാസ്ഡാക്ക് ആണെങ്കിലും ടോപ്പ് 100 കമ്പനീസിലെ നമുക്കിപ്പോൾ ഇൻഡെക്സ് ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യയുടെ ഒരു എക്കണോമി എടുത്തു കഴിഞ്ഞാൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമിയാണ്. അപ്പോൾ ഇവിടെ വളർച്ചയ്ക്ക് സാധ്യതയുള്ളത് മിഡ് ക്യാപ്പ് കമ്പനികൾക്കും സ്മോൾ ക്യാപ്പ് കമ്പനികൾക്കുമാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഗ്രോത്ത് കിട്ടണമെങ്കിൽ ഈ 2 സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റണം. ഇൻഡെക്സ് ഫണ്ടിൽ ഇത്തരം സെഗ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മുഴുവൻ തുക എടുത്തിട്ട് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നിങ്ങൾ ഒരു എമൗണ്ട് ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതായത് ലാർജ് ക്യാപ്പ് സെഗ്മെൻറ്റിന് വേണ്ടി വെച്ചിരിക്കുന്ന തുക ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കി തുക ഒരു മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ടിരിക്കും. ഇനി നല്ലൊരു ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു ഇൻഡെക്സിൻ്റെ മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നിഫ്റ്റി 50 ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് വേണം. അപ്പോൾ IDFCയുടെ നിഫ്റ്റി 50 ഉണ്ട്, UTIക്ക് ഉണ്ട്, SBIക്ക് ഉണ്ട്, നിപ്പോൺ ഉണ്ട്, HDFCക്ക് ഉണ്ട്, ആക്സിസിനുണ്ട്. ഈ ഫണ്ടുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഫണ്ടിലുള്ള സ്റ്റോക്സ് ഒക്കെ സെയിം ആണ്. ഈ സ്റ്റോക്സിൻ്റെയൊക്കെ പെർസെൻറ്റേജും സെയിം ആണ്. ആകെയുള്ള വ്യത്യാസം ഈ ഫണ്ടുകളുടെ എക്സ്പെൻസ് റേഷ്യോയും ട്രാക്കിംഗ് എററും ആയിരിക്കും. ഒരു ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട 2 പാരാമീറ്റേഴ്സ്, ഒന്ന് എക്സ്പെൻസ് റേഷ്യോയും മറ്റേത് ട്രാക്കിംഗ് എററുമാണ്. എക്സ്പെൻസ് റേഷ്യോ നമുക്കറിയാം, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന എമൗണ്ടാണ് ഇതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ. അത് പേഴ്സൻറ്റേജിലാണ് പറയാം. നമ്മൾ 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് എത്ര രൂപ അങ്ങോട്ട് പോകും എന്നുള്ളതാണ് പേഴ്സൻറ്റേജിൽ പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കേണ്ടത് ട്രാക്കിംഗ് എററാണ്. ഒരു ഇൻഡെക്സ് ഫണ്ടിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അതിൻ്റെ ആ ഇൻഡെക്സിനെ എത്ര നന്നായിട്ട് കോപ്പി ചെയ്യുന്നു അല്ലെങ്കിൽ എത്ര നന്നായിട്ട് ട്രാക്ക് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ്. അപ്പോൾ നിഫ്റ്റി 50 ഇൻഡെക്സ് നമ്മൾ ഉദാഹരണമായിട്ട് എടുത്തു. നിഫ്റ്റി 50ൽ ടോപ്പ് 50 കമ്പനികളാണ് ഉണ്ടാവുക. പക്ഷേ ചിലപ്പോൾ ഇതിലെ ചില കമ്പനികളുടെ പെർഫോമൻസ് ഡൗൺ ആകുമ്പോൾ ഈ കമ്പനികൾ പുറത്തു പോകും, എന്നിട്ട് പുതിയ കമ്പനികൾ വരും. അങ്ങനെ ഈ ഒരു നിഫ്റ്റി 50ക്ക് അകത്ത് കിടക്കുന്ന ചേഞ്ചിനനുസരിച്ച് ഈ മ്യൂച്വൽ ഫണ്ടിലുള്ള സ്റ്റോക്കുകളും ചേഞ്ച് ചെയ്യണം.
അപ്പോൾ അതാണ് ഇതിൻ്റെ ട്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ റീബാലൻസിങ്ങും ഈ പെർസെൻറ്റേജിലുള്ള വ്യത്യാസങ്ങളും ഇതൊക്കെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോയാലേ ഈ ഇൻഡെക്സ് ഉണ്ടാക്കുന്ന അതേ റിട്ടേൺസ് ഈ ഒരു മ്യൂച്വൽ ഫണ്ടിനും ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ട്രാക്കിങ്. പക്ഷേ എല്ലായ്പ്പോഴും ഈ ഒരു ഇൻഡെക്സിൻ്റെ അതേ റിട്ടേൺസ് തന്നെ ഇവിടെ വരണമെന്നില്ല, ഇതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും. അതിനെയാണ് ട്രാക്കിംഗ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഇൻഡെക്സ് ഫണ്ട് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ട്രാക്കിംഗ് എറർ ഉള്ള ഇൻഡെക്സ് ഫണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പെൻസ് റേഷ്യോ ഏറ്റവും കുറവുള്ള ഇൻഡെക്സ് ഫണ്ടാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഏതിനാണോ ട്രാക്കിംഗ് എററും എക്സ്പെൻസ് റേഷ്യോയും കുറവ് ആ ഫണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യം, അതായത് ഇന്ത്യയിലെ ഏറ്റവും നല്ല 50 കമ്പനിയിൽ 100 രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ, നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. IDFCയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൻ്റെ SIP സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും 100 രൂപയ്ക്കാണ്. അപ്പോൾ ആ 100 രൂപ കൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ നിഫ്റ്റിയിലെ ടോപ്പ് 50 കമ്പനീസിലാണ്. അപ്പോൾ ഇൻഡെക്സ് ഫണ്ട് എന്താണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ദോഷങ്ങൾ എന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സ് ഫണ്ടുകളും കൺസിഡർ ചെയ്യുക. ഇനി ആക്റ്റീവ്ലി മാനേജഡ് ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തേജി മന്തി ആപ്പ് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. തേജി മന്തി ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് തേജി മന്തി സബ്സ്ക്രൈബ് ചെയ്യാം. എന്നിട്ട് ലോങ് ടൈമിലേക്ക് ആക്റ്റീവ്ലി മാനേജഡ് ആയിട്ടുള്ള അവരുടെ ആ ഒരു പോർട്ട്ഫോളിയോയിൽ നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ് അനുസരിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ആ പോർട്ട്ഫോളിയോയിലും കൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക. മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ കുറിച്ചും ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ഉണ്ട്. അപ്പോൾ ഈ ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് കിട്ടും. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.